ആദ്യത്തെ സമ്മാനം ശ്രീമതി ലത കവടിയ. അടുത്തത് ഡോക്ടർ ശ്രീകല. അടുത്ത സമ്മാനം വിജയകുമാരൻ നായർ. അടുത്ത ഗാനത്തെക്കുറിച്ച് മാത്രം എനിക്ക് രണ്ട് വാക്ക് പറയാനുള്ളത്. കാരണം ഈ തമിഴിൽ നിന്നും ജയചന്ദ്രൻ പാടിയ മനോഹര ഗാനം തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന ബാലകുളങ്ങര വിജയേട്ടനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവും. അടുത്തത് സമ്മാനം അടുത്തത് ശ്രീ ഭുവനേന്ദ്രൻ നായർ. ഈ സമ്മാനത്തിൽ ഇന്നൊരു മറ്റൊരു പ്രസക്തി കൂടിയുണ്ട്. സാറിൻ്റെ ബർത്ത്ഡേ ആണ് ഭുവനേന്ദ്രൻ നായർ. അപ്പോൾ അതുകൊണ്ട് സാർ ഇത്തവണത്തെ സ്നാക്സ് സാറാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ സന്തോഷം കൂടി അറിയിക്കുകയാണ്. പക്ഷേ ഇതൊരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആണ് സാറിന് ഇന്ന് സമ്മാനം കിട്ടാൻ ഒരു ഭാഗ്യമുണ്ടായത്. കാരണം യഥാർത്ഥത്തിൽ സാറിന് കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് പുതിയ ഗാനമാണല്ലോ എന്നോർത്ത്. കാരണം നമ്മൾ പഴയ ഗാനങ്ങളോട് ആണല്ലോ, പഴയ ഗാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായതുകൊണ്ട് ഞാൻ വിചാരിച്ചത് പുതിയ ഗാനമല്ലേ, അതുകൊണ്ട് പഴയ ഗാനത്തിന് തന്നെ കൊടുക്കാമെന്നൊക്കെ മനസ്സ് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ കേട്ടപ്പോഴാണ് നല്ല ഗാനം, പുതിയ എന്ന് പറയാമെങ്കിലും പഴയ ഗാനത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള നല്ല ഗാനം. അപ്പോൾ ഈ 4 പേരെയും പ്രത്യേകം നിറഞ്ഞ ഹൃദയത്തോടെയുള്ള അവരോടുള്ള അനുമോദനവും സന്തോഷവും അറിയിക്കുകയാണ്. അടുത്ത സസ്പെൻസ് റിവീൽ ചെയ്യുന്നതിനായിട്ട് മൈക്ക് നമ്മുടെ വിജയകുമാർ സാറിന് കൈമാറുകയാണ്. പ്രിയ PG അംഗങ്ങളെ, ഞാൻ PGയിൽ വന്നിട്ട് 7 വർഷത്തിൽ തീരുമാനമായി. ചില പ്രത്യേക ആദ്യം സാധാരണ അംഗമായിട്ട് പാടാൻ വന്നിരുന്നു. ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ രജിസ്ട്രേഷൻ ഇപ്പോൾ ഇന്ന് ചെയ്ത പോലെ ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാക്കി. ഇടയ്ക്ക് ഒരു 3-4 മാസം ഗൂഗിൾ പേ വന്നപ്പോൾ ജോലി കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഒരു പ്രത്യേക വ്യക്തിയെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഒരു 2 മണി രജിസ്ട്രേഷൻ 1 മണിക്ക് അങ്ങനെ ഒരു 2-2:30 ഓടി വന്നിട്ട് ഫീസ് തന്നിട്ട് ഉടൻ തന്നെ എന്നോട് ചോദിക്കും, സാർ എൻ്റെ പാട്ട് എത്ര മണിക്കായിരിക്കും വരിക? അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് ഒരു അലോസരം ഉണ്ടാക്കി ചോദ്യം. കാരണം ഒരാളുടെ പാട്ട് എത്ര മണിക്ക് വരുമെന്ന് പറയാൻ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇന്നത്തെ സ്ഥിതി പോലെയാണ്. എന്നും ചിലപ്പോൾ കുറച്ച് വൈകിന്ന് വരും. അപ്പോൾ ഞാൻ എന്നാലും അദ്ദേഹത്തോട് പറഞ്ഞു, അത് വ്യക്തമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഏകദേശം ഇത്ര മണിക്ക് വരുമെന്ന് പറയും. അദ്ദേഹം അന്ന് പോയി. പിന്നെയും അടുത്ത മാസവും ഇത് ആവർത്തിച്ചു. അപ്പോൾ ഞാൻ ക്ഷമയോടുകൂടി അദ്ദേഹത്തോടുകൂടി പറഞ്ഞു, ഇങ്ങനെ ഏകദേശം ഇത്ര സമയത്തായിരിക്കും, ആ സമയത്ത് വരിക, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അടുത്ത മാസവും വന്നപ്പോൾ എനിക്ക് ഈ കുറച്ചും ഒരു ദേഷ്യം വർദ്ധിച്ചു. പക്ഷേ എല്ലാ മാസവും വന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ്, എന്നെ എപ്പോൾ വിളിക്കും? അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എന്താണ് ജോലി? ഇനിയുള്ള വാക്ക് പറയുമ്പോൾ ഇന്ന് സമ്മാനം കിട്ടുന്ന വ്യക്തിക്ക് മനസ്സിലാവും അദ്ദേഹം ആരാണെന്നുള്ളത്. അദ്ദേഹം ഉടൻ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ഇതുപോലൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കുകയാണ്, എനിക്ക് ഇത്ര സമയത്ത് ക്ലാസ് എടുത്തിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് സഹതാപം തോന്നി. ആദ്യം ഉണ്ട് ദേഷ്യമൊക്കെ എല്ലാം ഉരുകിപ്പോയി, ഒന്നുമില്ലാതെ ആയിരുന്നു. അന്ന് മുതൽ പിന്നെ കൂടുതൽ അടുത്ത് സംസാരിച്ച് വ്യക്തിപരമായിട്ട് അടുത്തു. പിന്നെ ഇത്രയും പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. ആരാണ് ആ ഭാഗ്യവാൻ എനിക്കറിയില്ല. അദ്ദേഹത്തിന് ശ്രീമതി വസന്തയുടെ ഭർത്താവായിട്ടോ ശ്രീമതി ആരതിയുടെയോ അർച്ചനയുടെയോ അച്ഛനായിട്ടോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു പ്രത്യേകത ഒരു പങ്ക്തി ആരംഭിച്ചു നമ്മുടെ ഈ VG ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അംഗങ്ങൾക്ക് വേണ്ടിയെന്ന് മാത്രമല്ല, വ്യക്തിപരമായി മാത്രം കുറച്ച് പേർക്ക് മാത്രം അയക്കുന്ന പ്രഭാത ചിന്തകൾ എന്ന് പറഞ്ഞൊരു പങ്ക്തി ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ ആസ്വാദകർ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട്. നല്ലോണം പ്രതികരിക്കുന്ന മുരളി സാറൊക്കെ ബാക്കിലിരിക്കുന്നുണ്ട്.
അപ്പോൾ ആ കഴിവ്, ആ എഴുതാനുള്ള കഴിവും അദ്ദേഹത്തിൻ്റെ വീജിയോടുള്ള അർപ്പണബോധവും പാട്ടിനോടുള്ള സ്നേഹവും എല്ലാം പരിഗണിച്ച് ഒരു ചെറിയ ഉപഹാരം ശ്രീ രഞ്ജിത്ത് ഭാസ്കരന് കൊടുക്കുന്നു. പ്ലീസ് കം. ഇന്ന് സമ്മാനാർഹരായവരെയും നമ്മുടെ രഞ്ജിത്ത് സാറിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. രഞ്ജിത്ത് സാർ ഒരു വൈവിധ്യമുള്ള വ്യക്തിത്വത്തിനുടമസ്ഥനാണ്. നന്നായിട്ട് ഗദ്യം എഴുതാൻ നമ്മുടെ ഇവിടെ ഉള്ളവർ പൊതുവെ എഴുതുന്നതിൽ ഇച്ചിരി പുറകിലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ല ഭാഷയിൽ ഒരു വിവരണം എഴുതി തയ്യാറാക്കി എഴുതാൻ ഇച്ചിരി ഒരു പ്രയാസമുള്ള കാര്യമാണ്. മലയാളത്തിൽ എനിക്ക് ഇംഗ്ലീഷ് പിന്നെ എളുപ്പമാണ്, മലയാളത്തിൽ അല്പം താരതമ്യേന ബുദ്ധിമുട്ടാണ്. അപ്പോൾ രഞ്ജിത്ത് സാർ അത് ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ ഞാൻ പലപ്പോഴും വായിക്കാറില്ല എന്നൊരു സത്യമുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഞാൻ കൂടുതൽ വാട്സാപ്പിൽ സമയം ചെലവഴിക്കാറില്ല. ഞാൻ കുറച്ച് പുസ്തകങ്ങളുടെ വായനയിലാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് എന്തോ ഞാൻ അങ്ങനെ ദയവായിട്ട് ധരിക്കരുത്. കുറേ പുസ്തകങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊരു ടൈം ബൗണ്ടായിട്ട് ഞാനിന്ന് കുറച്ച് ട്രാൻസ്ലേഷനും കുറച്ച് വായനയും ഒക്കെ ആയിട്ട് സമയം എനിക്ക് സത്യത്തിൽ ഒന്നിനും തികയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ പ്രഭാത ചിന്തകൾ വൈബ് അതിൻ്റെ ഒരു മുഖ്യ ആരാധനയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, ഞാൻ പറയും എനിക്ക് നോക്കാൻ നേരമില്ല, സമയം കിട്ടുന്നില്ല. വൈബ് എല്ലാ ദിവസവും വായിച്ചിട്ട് അതിൻ്റെ സാരാംശമൊക്കെ എന്നോട് പറയാറുണ്ട്. അങ്ങനെ നല്ലൊരു ഭാഷയുടെ ഉടമസ്ഥനാണ്, നല്ലൊരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ്. പിന്നെ അതുപോലെ തന്നെ സാറ് സംഗീതത്തെക്കുറിച്ചൊക്കെ സാമാന്യന് നല്ല ധാരണയുള്ള ആളാണ്. സാറിൻ്റെ ഒരു സംഗീത പരിപാടി നമ്മൾ നടത്തിയിരുന്നു. ചില ഒരേ ഇനം ഗാനങ്ങൾ, ഒരേ ഇനത്തിൽപ്പെട്ട ഒരേ ജനസിൽപ്പെട്ട ഗാനങ്ങൾ, അത് സാറ് മെനക്കെട്ടിരുന്ന് പാട്ടുകൾ കണ്ടുപിടിച്ച്, ഉദാഹരണം തോണിപ്പാട്ടുകൾ. മലയാളത്തിൽ എത്ര തോണിപ്പാട്ടുണ്ടെന്ന് നമുക്കറിയാമോ? ഇപ്പോൾ തോണിപ്പാട്ടുകളെ കുറിച്ചാണ് സാറ് മലയാളത്തിൽ തോണിപ്പാട്ടുകൾ മുഴുവൻ എടുത്ത് സാറ് നേരെ പാടുകയും ചെയ്യും. ആ പാടി തന്നെ അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു കുറേയധികം കാലം. കുറച്ച് പേർക്കൊക്കെ അറിയാതെ. അങ്ങനെ സാറൊരു ഭാഷ അല്പം ഒരു ഗവേഷണ കുതുകി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ല ഭാഷ കയ്യിലുള്ളൊരു ഒരു വ്യക്തി. അതിനേക്കാൾ എല്ലാം പ്രധാനം നല്ല കമ്മിറ്റഡായ സാറിൻ്റെ അതോടൊന്നും ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. സാർ ആദ്യം ഇതുപോലെ തിടുക്കം പിടിച്ചപ്പോൾ ഞാനും അങ്ങനെ സംശയിച്ചു. ഇവിടെ വന്ന് നിങ്ങൾ തിടുക്കം പിടിക്കുമ്പോൾ ഞങ്ങൾ സംഘാടകർക്ക് ഒരു അസഹിഷ്ണുതയാണ്. എൻ്റെ പാട്ട് എപ്പോൾ വരും എന്ന് ചോദിച്ചാൽ ഒരുമാതിരി ആ സമയത്തൊന്ന് പാടിച്ചു പോകാൻ നിൽക്കുന്ന ഏതോ കലയോട് താല്പര്യമില്ലാത്ത ഒരാൾ എന്ന ചിന്ത സാറിനെ പറ്റി എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലാക്കി സാറിന് ചില ഡ്യൂട്ടീസ് ഉണ്ട്, ചില അത്യാവശ്യ കാര്യങ്ങൾ. പക്ഷെ സാർ എന്നാലും ഇവിടെ വന്ന് ഇന്ന് വരെ സാറിനെ പലപ്പോഴും അവസാനമൊക്കെയാണ് വിളിക്കുന്നത്. ഇന്ന് വരെ സാറ് പരാതി പറയുകയും ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ മിക്കവാറും അവസാനം ഇന്ന് പഠിച്ച് പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പരാതി ഒന്നും പറയാതെ സാറ് വളരെ സിൻസിയറായൊരു സഹയാത്രികനാണ്. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിജയകുമാർ സാറിന് കൊടുത്ത സമ്മാനം 100% സാറിന് എല്ലാ അർത്ഥത്തിലും അർഹിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് എന്തായാലും സാറിനോടുള്ള ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്.